ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയ ഒരു വീഡിയോ എടുത്ത് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് വന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ജാൻമണി ചേച്ചിയുടെ ഒരു കുസൃതി. അപ്പം നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ബാക്കി പറയാം. ഓക്കെ. സുജീത, ഞാൻ എത്തിയിട്ട് എവിടെയാ? ഞാൻ എത്തി. കണ്ടല്ലോ. പക്ഷെ ആ ചേച്ചിയുടെ ആട്ട് ഒരു ഇച്ചിരി കൂടി കൂടുതലായിരുന്നെങ്കിൽ, ഇച്ചിരി കൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ പലതും ഇളവി താഴെ പോയേനെ. വെച്ചിരിക്കുന്ന മുടിയും പൂവും എല്ലാം ഇളവി താഴെ പോയേനെ. പക്ഷേ ആളുടെ നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. ആരാണെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക്. ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈ ചെയ്യുന്ന ഒരു ആളാണ്. 2006 മോഡല്. ഞാനൊരു തട്ടിമുട്ടി റോഡിലെ ഇരിക്കുന്ന ആളല്ല. എന്റെ കൂടെ ആളായിക്കോട്ടെ എവിടെയാ സംസാരിക്കണമെങ്കിൽ മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന്റെ താഴെ പോയിട്ട് ആളെ സംസാരിക്കല് ഞാൻ ഒരിക്കലും വിടില്ല. എന്റെ എല്ലാവരുടെ മുന്നേ മണ്ടത്തെ ആ ആറ്റിറ്റ്യൂഡ് എന്റെ കാലിന്റെ താഴെ വന്നിട്ട് മാത്രം ഞാൻ ഭക്ഷണത്തെ കൈ പറയുന്നു. അത്രേ ഉള്ളൂ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. സൗണ്ട് പോണം, ഇതുപോലെ തൊണ്ട പോണം. ആ വോയിസ് ഉണ്ടാവില്ല ലൈഫില്. ഇഷ്ടമില്ലൊരു സാധനം ഇതുപോലെ ജീവിതത്തിലെ പറയാനല്ല, അടുക്കും മേലെ വേണം എനിക്ക്. ഇതെന്റെ കിറ്റന് അത്. ഇപ്പൊ മനസ്സിലായോ ആള് ചില്ലറക്കാരിയൊന്നും അല്ലെന്ന്? അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ജാൻമണി. ഇവർ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നും എല്ലാം കണ്ട വ്യക്തികളാണ് നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ അതിന് നമ്മൾ ആപ്റ്റാണോ എന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ബിഗ് ബോസ് ഷോയിൽ തന്നെ വന്ന് കിടന്ന് കുറേ ഷോ കാണിച്ച ഒരു വ്യക്തിയാണ് ഇവർ. ജാൻമണി കിടന്ന് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റില്ല ഇവിടെ എന്ന് പറഞ്ഞ ജാൻമണി ഔട്ടായപ്പം ലാലേട്ടൻ്റെ എന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണ്ട, എനിക്ക് ബിഗ് ബോസിനകത്ത് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ പാർട്ടിയാണ്. എൻ്റെ പൊന്ന്, ഭയങ്കര തമാശ തന്നെ. ഓരോ കാര്യങ്ങൾ കാണുമ്പം എങ്ങനെ പ്രതികരിക്കാതിരുന്നു പോവും. എൻ്റെ പൊന്നേ, നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്ക്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. ഗംഗ ഇപ്പൊ പോകണ്ട. എനിക്ക് വീട്ടിലെ പോകണം. ഗംഗ ഇപ്പൊ പോകണ്ട. എനിക്ക് പറ്റില്ല. ഇവിടെയാ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പറ്റില്ല. പോകണ്ട. ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യും, എനിക്ക് വീട്ടിലെ പോകണം. ഇതാണ് പാർട്ടി. ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട്, എന്ത് അർഹതയുണ്ട് രേണു സുധീനെ കളിയാക്കാൻ? അവളുടെ ഭർത്താവിൻ്റെ പേരും വിളിച്ചുകൊണ്ടാണ് അതിനകത്ത് കയറിയത്. സുധിയേട്ടാ ഞാൻ വന്നു. കാരണം സുധിച്ചേട്ടന് അവിടെ പോകാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആ ആഗ്രഹം സാധിക്കാതെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വൈഫായ രേണു സുധിക്ക് ആ അവസരം കിട്ടിയപ്പോൾ അവൾ അതിനകത്തോട്ട് വന്ന് കയറിയപ്പം സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അത് ഇത്രമാത്രം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജാൻമണിയുടെ എന്തോരം വീഡിയോകളാണ് നടക്കുന്നത്. ഒരു 10,000 കണക്കിന് വീഡിയോ ഉണ്ട് ജാൻമണിയുടെ എടുത്ത് ഇടാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരാളെ കളിയാക്കുമ്പോൾ നമുക്കതിനുള്ള അർഹതയോ യോഗ്യതയോ ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വേണം പറയാനും പ്രവർത്തിക്കാനും എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിനകത്ത് കുറേ കമൻറ്റ് എനിക്ക് വന്നു. അതിൽ ഒരുത്തി പറഞ്ഞിരിക്കുന്നത് ബ്ലോഗർ അതുലിനെതിരെ ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് എന്നെ എടുത്തിട്ട് എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ഇടാൻ അടവാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന്. എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എന്നെ മെൻഷൻ ചെയ്ത് എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ട പിന്നെ ഞാൻ ആരാ? അതിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ പുള്ളി വല്ലതാണ്. പോയി പണി നോക്ക് കൂടെ പിറന്നവളെ എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഈ അതിലിൻ്റെ ബ്ലോഗെല്ലാം എടുത്ത് നോക്കിയേ. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ രേണുസുതി മാത്രമല്ലേ ഉള്ളൂ. രേണുസുതി എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് റീച്ച് ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ പുന്നാര മോള് അതുലിൻ്റെ വീഡിയോ കണ്ട് അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരി. ഇങ്ങോട്ട് വരണ്ട. ഓക്കെ. തന്നോടൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ വീഡിയോ ഒന്ന് കാണാനെന്ന്.
എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. പിന്നെ രേണു സുധിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ വോട്ട് ചെയ്യേണ്ടുന്ന രീതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും കുറേ കമൻറ്റ്. വോട്ട് ചെയ്തത് എനിക്ക് പഴംപൊരി മേടിച്ചു തരുമെന്ന്. പഴംപൊരി മാത്രമല്ല, ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി വരുവാണെങ്കിൽ അതിൻ്റെ പകുതി പഴംപൊരിയും പകുതി ചായ ഞാൻ തരാം. പിന്നെ ഇതിലെ വിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന കമൻറ്റിനൊക്കെ ഞാൻ മുമ്പ് നല്ല റിപ്ലൈ കൊടുക്കുമായിരുന്നു. റിപ്ലൈ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ നെഗറ്റീവ് കമൻറ്റ് വരുന്നതിന് റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. അവർ റിപ്ലൈ കൊടുത്ത കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ടേ. ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്ന് പറയുന്നില്ലല്ലോ, അയ്യോ എൻ്റെ വീഡിയോ കണ്ടെന്ന് റീച്ച് ആക്കുക, എനിക്ക് നല്ല കമൻറ്റ് ഇട്ടതാണെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് സത്യസന്ധമായ രീതിയിൽ എനിക്ക് കമൻറ്റ് ഇടുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നെഗറ്റീവ് കമൻറ്റ് പോരട്ടെ, അതിലൊന്നും എനിക്കൊരു വിഷയമില്ല. അപ്പം അതിൽ എനിക്കെതിരെ മെൻഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ ഞാനൊന്ന് പ്രതികരിച്ചത്. ഓക്കെ, അപ്പോൾ അതങ്ങനല്ല സുഹൃത്തെ, കേട്ടാ. എനിക്കിപ്പം അതിലോ വേറെ ആരോ എൻ്റെ വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടല്ല. എനിക്ക് പറയാനുള്ളത് എന്താണോ അത് പറയുക എന്നതാണ് എൻ്റെ ഉദ്ദേശവും എൻ്റെ സന്തോഷവും. ഓക്കെ, അത് കാണാൻ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മതി. ഓക്കെ, അപ്പോൾ ഇപ്പം ഇച്ചിരി കൊച്ചൊരു വീഡിയോ ചെയ്യാൻ വന്നത് ഈ ജാൻമണിയുടെ ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്തോരം ഈ മുട്ട് ഇല്ലാത്തൊരാൾ വന്നിട്ടാണ് ഈ കൈപ്പത്തി ഇല്ലാത്തവനെ കുറ്റം പറയുന്ന പോലത്തുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ആർക്കാണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഏത് ചെയ്യണമെങ്കിലും രേണു സുധി വേണം. അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇന്നലെ എല്ലാവരും വോട്ട് ചെയ്തിരുന്നല്ലോ. ഇന്നലെ രാത്രി 12 മുതൽ അടുത്ത വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഈ ഒരാഴ്ചത്തെ വോട്ട് മിസ്സാക്കാതെ നമ്മുടെ രേണു സുധിക്ക് തന്നെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2-3 പേര് എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു അത് ഇങ്ങനെ ഓപ്പൺ ആവുന്നില്ല. ഞാൻ അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നമുക്ക് ഒക്കുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കഴിഞ്ഞു പോയ സീസണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ കാണാൻ തുടങ്ങിയത് 2ാമത്തെ സീസൺ തൊട്ടാണെന്ന് തോന്നുന്നു, ബ്ലെസ്ലി. അവൻ എൻ്റെ ഹൃദയമായിരുന്നു. കാരണം എൻ്റെ മോൻ്റെ കട്ടുണ്ട് അവനെ കാണാൻ. അവനെ കാണണമെന്ന് ഞാൻ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലെസ്ലി മോനെ ഒന്ന് കാണണമെന്ന്. അതൊരു ഭാഗ്യം സിദ്ധിച്ചു. ഞാനും എൻ്റെ മോനും ബ്ലെസ്ലി ആയിട്ടുള്ളൊരു സോങ് ആൽബം ചെയ്തു ആലപ്പുഴയിൽ വെച്ച്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. സത്യം പറഞ്ഞാൽ അവനെ കണ്ടപ്പോൾ എൻ്റെ മൂത്ത മോനെ അതേ കണക്കിരിക്കുക. ആ ഇവനെ കാണുമ്പോഴല്ല എൻ്റെ മോനെ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ 2ാമത് രജിത് സാറ്. സത്യസന്ധമായിട്ട് പറയാം, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു രജിത് സാറിനെ കാണണമെന്ന്. പക്ഷെ അന്ന് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ സജീവമൊന്നും അല്ലായിരുന്നു. സാറിന് വേണ്ടി വോട്ട് ചോദിക്കാനായാലും സാറിനെ സപ്പോർട്ട് ചെയ്യാനായാലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുമായിരുന്നു, സാർ ഔട്ടാവുന്നത് വരെ. അതിൻ്റെ പരിമിത ഫലം എന്തായി? കൊറോണ വന്ന് എല്ലാവരും പെട്ടി നോക്കി വീട്ടിൽ പോയി. അത് തന്നെ സംഭവിച്ചത്. ആ സാറിൻ്റെ കൂടെയും ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അത് കോമ്പിനേഷൻ സീനിൽ അഭിനയിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. അതും ആത്മാർത്ഥതയാണ്. നമ്മൾ മനസ്സിൽ സത്യസന്ധതയുണ്ട്, ഒരു കള്ളവും ചതിയും ഇല്ല. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് 2ാമത്തെ തെളിവായിരുന്നു. രജിത്തേട്ടനെ ഒന്ന് നേരിൽ കാണുകയും ആ രജിത്തേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും പറ്റിയ. സാറെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, വഴക്ക് പറയും. രജിത് സാറെന്ന് വിളിക്കുമ്പം മിണ്ടത്തില്ല, രജിത്തേട്ടാന്ന് വിളിയെന്ന് പറയും. എന്തിനാ സാറേ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇപ്പം സാറങ്ങ് മാറ്റിയിട്ട് രജിത്തേട്ടനാക്കി. രജിത്തേട്ടനെ കൂടെ സഹകരിക്കാൻ പറ്റി. അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ വിന്നറായ ജിൻഡപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. ജിൻഡപ്പനെ ഇഷ്ടമായിരുന്നു. ജിൻഡപ്പനും ഞാൻ വോട്ട് ചെയ്യുമായിരുന്നു. ആ ജിൻഡപ്പനും പറഞ്ഞ പോലെ ഈ സിനിമയിൽ തന്നെ ജിൻഡപ്പനുമായിട്ട് അഭിനയിച്ചു. അതും കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. നമ്മളെ രജി സാറുണ്ടായിരുന്നു അതിൽ, നമ്മുടെ ജിൻഡോ ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ എല്ലാം കണ്ണും കരളും കാതുമായ രേണു സുധി ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ സിനിമയിലാണ് എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴും രജിത്തേട്ടനെ ഞാൻ വിളിക്കും, കോൺടാക്റ്റ് ഉണ്ട്. പക്ഷെ ജിൻഡോ ചേട്ടനായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. ദാറ്റ്സ് ഓൾ. കാണണമെന്ന് ആഗ്രഹിച്ച 3 പേരെ കണ്ട്. പിന്നെ റോബിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റോബിൻ, ദിൽഷ, ബ്ലെസ്ലി ഈ കൂട്ടുകെട്ട് ഭയങ്കര വൈബായിരുന്നു.
പിന്നെ ഈ ഡോക്ടർ ഔട്ടായതിനു ശേഷം പിന്നെ അതിനകത്ത് വന്ന് കയറി ഒരു ഷോ ഒക്കെ നടത്തിയതിന് ശേഷമാണ് എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം ഇല്ലാതെ ആ സ്നേഹം കൂടി നമ്മൾ ബ്ലെസ്സി കുട്ടിക്ക് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയുന്നു, രേണു സുധിയെ വിജയിപ്പിക്കുക, നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, ഒരു വോട്ടും മിസ്സാക്കാതെ ഡെയിലി വോട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കമൻറ്റ് കറക്റ്റായിട്ട് രൂപപ്പെടുത്തുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.